തക്ഷകൻ വന്ന് കടിക്കുന്നതിന് പോലും നിന്നില്ല, മനസ്സെല്ലാം വിട്ടുപോയി. ഇതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേന വസ്തുതഃ. ഉദ്ധവൻ ചോദിച്ചുവല്ലോ, ഒരേ ഒരു പരമാത്മ, ഒരേ ഒരു അന്തസ്സത്ത എങ്ങനെയാണ് ബന്ധനത്തിനും മുക്തിക്കും വിധേയമായിട്ടിരിക്കുന്നത്? അഗ്നിയിൽ തിളപ്പിക്കാൻ വെള്ളം വെച്ചു, കുറച്ചു നേരം തിളച്ചു, അത് കഴിഞ്ഞിട്ടോ അതേ അഗ്നിയുടെ മുകളിലിരുന്ന് ആ വെള്ളം തണുത്തു എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? സാധിക്കില്ല. അപ്പം പിന്നെ എന്താ അതിൽ സത്യം? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരെ? ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ. ബദ്ധനെന്നും മുക്തനെന്നും ഉള്ള ആ വ്യവഹാരമുണ്ടല്ലോ, എനിക്ക് സഹിക്കുവയ്യേ, ഞങ്ങളെപ്പോലെ ഗൃഹസ്ഥന്മാരാണ്, ഒക്കെ ബന്ധനമുള്ളവരാ, ഞങ്ങൾ എന്ത് ചെയ്യും സ്വാമിജി, ഇങ്ങനെയുള്ള പുലമ്പലുണ്ടല്ലോ. ഈ പുലമ്പലൊക്കെ അതുമാതിരി ബന്ധനമില്ല എന്ന് പറയുന്നവരും ജ്ഞാനികൾ. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ. ബദ്ധനെന്നും മുക്തനെന്നും ഉള്ള വ്യവഹാരം. ഗുണതോ മേന വസ്തുതഃ. ഇത് ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഉള്ളിലാണ് ഈ രണ്ട് പ്രവചനവും ഈ നിരൂപണവും നടക്കുന്നത്. ന വസ്തുതഃ. വാസ്തവത്തിൽ ഈ ബന്ധനം എന്നുള്ള വാക്കിന് പ്രസക്തിയോ മുക്തി എന്നുള്ള വാക്കിനോ പ്രസക്തിയില്ല. ബന്ധനമുള്ളപ്പോഴേ അത് പോയാൽ മുക്തി എന്ന് പറയുള്ളൂ. ബന്ധനമില്ലെങ്കിലോ പിന്നെ മുക്തിയും അപ്രസക്തമായി തീരും. അപ്പോൾ ഈ ബന്ധനം മുക്തി എന്ന് പറയുന്ന കോൺട്രറി തോട്ട്സ് ആൻഡ് കോൺസെപ്റ്റ്സ്, പരസ്പര വിരുദ്ധമായിരിക്കുന്ന സങ്കല്പങ്ങളും പ്രത്യയങ്ങളും ആശയങ്ങളും വാസ്തവത്തിൽ ഈ ഗുണങ്ങളുടെ സ്വാധീനമുള്ളപ്പോഴേ നടക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാലോ മേ ന വസ്തുതഃ. എന്നെ സംബന്ധിച്ചാണ് ഈ ബന്ധനം. ഒരു ജീവൻ പറയുകയാണ്, ഇപ്പം നിങ്ങൾ പറയുകയാണ് എനിക്ക് ബന്ധനമുള്ളത്. ഞാൻ ആരാ? ഈശ്വരൻ്റെ ഒരു അംശമല്ലേ ജീവൻ? അപ്പോൾ ആ ബന്ധനം വാസ്തവത്തിൽ ഈശ്വരനുള്ള ബന്ധനമല്ലേ നിങ്ങൾ പരാമർശിക്കുന്നത്? അതെ എന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ ഈശ്വരൻ ബന്ധനസ്ഥനാവുന്നുണ്ടോ? ഇല്ല. ഈശ്വരൻ മുക്തനാവുന്നുണ്ടോ? അതുമില്ല. ഗുണതോ മേന വസ്തുതഃ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളിത്? ഗുണകാര്യങ്ങളുടെ ഉള്ളിൽ മാത്രമാണ് ഈ രണ്ട് വാക്കും കിടന്ന് കളിക്കുന്നത് എന്ന്. ന വസ്തുതഃ. ഒരിക്കലും വാസ്തവത്തിലില്ല. എന്താ അങ്ങനെ പറയണത്? ഗുണസ്യ മായാമൂലത്വാത്. ഗുണസ്യ മായാമൂലത്വാത്. ഈ സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുണ്ടല്ലോ, ആ 3 ഗുണങ്ങൾ പോലും മായാമൂലത്വാത്. മായയാണതിന് മൂലം. എന്താ ഈ മായ? അറിവില്ലായ്മ, മോഹം, ഭ്രമം. മോഹം, ഭ്രമം. ഒരാളുടെ കണ്ണ് നല്ലോണം അടച്ചു കെട്ടി, എന്നിട്ട് അയാളെ വട്ടത്തിൽ അങ്ങോട്ട് ചുറ്റി കുറേ, എന്നിട്ട് പെട്ടെന്ന് കണ്ണ് തുറന്നാൽ അയാൾക്ക് ഏതാ കിഴക്ക് ഏതാ പടിഞ്ഞാറ് എന്നറിയില്ല. നമ്മൾ തന്നെ പെട്ടെന്ന് ഒരു സ്ഥലം മാറി വേറെ ഒരു സ്ഥലത്ത് ചെന്ന് കിടന്നു. അത് വയസ്സായാൽ കൂടുതലാണ്. കിടന്നു കഴിഞ്ഞ് എണീറ്റാൽ എവിടെയാ കിഴക്ക് എവിടെയാ പടിഞ്ഞാറ് എന്നറിയില്ല. ഒരു ഭ്രമാണത്. അങ്ങനെയുള്ള ഭ്രമത്തിന് വിധേയമാണ് നമ്മുടെ മനസ്സ്. ഈ ഭ്രമം സാധാരണ ഭ്രമം പോലെയല്ല, ജന്മം മുതൽക്കുള്ളതാ. അമ്മിഞ്ഞ കുടിക്കുമ്പോൾ തന്നെ ഉണ്ട് ഈ ഭ്രമം. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേന വസ്തുതഃ. ഈ ഒരു പകുതി ശ്ലോകം ഉണ്ടല്ലോ, നിങ്ങൾ ഒരു 10,000 തവണ അത് ഉരുവിട്ട് പഠിക്കണം. നിങ്ങളുടെ ചോദ്യം അവിടെ നിൽക്കണം. സ്വാമിജി, ചത്തതിന് ശേഷം ഞാൻ എവിടെയാ പോവുക? ഒരിക്കലും പോവില്ല, വന്നിട്ടുമില്ല. വന്നാലല്ലേ പോവുള്ളൂ. വരുന്നതും പോകുന്നതും ദേഹമാണ്. അതിൻ്റെ ഉള്ളിൽ ഉജ്ജീവിപ്പിച്ച് നിൽക്കുന്നതായ സാന്നിധ്യം വരണമില്ല, പോണമില്ല. ഇപ്പം ചിന്തകൾ ധാരാളം ഉള്ളിൽ പൊന്തുവരുന്നു, അതൊക്കെ മറഞ്ഞു പോണു. അവിടെ ചിന്തകളാണ് വന്നും പോവും കൊണ്ടിരിക്കുന്നത്. ചിന്തകൻ വരുന്നില്ല, പോകുന്നില്ല. അതുപോലെ ഈ ദേഹം വന്നു പോണു, ദേഹി ഒരിക്കലും വരുന്നില്ല. ഗുണസ്യ മായാമൂലത്വാത്. മായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവില്ലായ്മ പ്രവർത്തിക്കുന്ന കാലഘട്ടം, മോഹം നിലനിൽക്കുന്നിടത്തോളം. ഇതാണ് മായയ്ക്ക് അർത്ഥം. അങ്ങനെ മായാമൂലമാണ് ഈ ഗുണങ്ങൾ മുഴുവനുള്ളത്. നമേ മോക്ഷോ ന ബന്ധനം. എനിക്ക് മോക്ഷവും ഇല്ല, ബന്ധനവും ഇല്ല. ഇത് ആരാ പറയുന്നത്? കൃഷ്ണ പരമാത്മാവ്. ആരോട്? ഉദ്ധവനോട്. എവിടെ? ദ്വാരകയിൽ. കേട്ടോ നിങ്ങൾ? മിണ്ടരുത്. ബന്ധനം മോക്ഷം എന്ന് രണ്ടും മിഥ്യയാണെന്ന്. അത് മായയുടെ ഉള്ളിലേ അതിനെപ്പറ്റി പറച്ചിലുള്ളൂ. വാസ്തവത്തിൽ എനിക്ക് ബന്ധനമില്ല. ആത്മാവിന് ബന്ധനം ഉണ്ടെങ്കിൽ പിന്നെ അത് വിടില്ല. ഇപ്പോൾ ഇരുട്ട് എന്നൊരു സാധനം ചിരകാലികമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇരുട്ട് പിന്നെ പോവാൻ കൂട്ടാക്കില്ല. ഇരുട്ടുണ്ടോ എന്ന് നോക്കാനായി ഒരു വെളിച്ചം കൊണ്ടുവന്നാലോ അവിടെ ഇരുട്ടില്ല. അപ്പോൾ ഇരുട്ടുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞു തരും. ഉണ്ടോ? ആലോചിച്ച് മറുപടി പറയണം കേട്ടോ. ഇരുട്ട് എന്നൊന്നും ഉണ്ടെന്ന് നിങ്ങൾ പറയണമെങ്കിൽ എന്ത് വേണം? അത് പരിശോധിക്കണം. പരിശോധിക്കാനോ വിളക്ക് വേണം. വിളക്കം കൊണ്ടുവന്ന് ചെന്നാൽ അവിടെ ഇരുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എവിടെയാ പിന്നെ ഇരുട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണേ? പരിശോധിക്കാതെ പറയുക. എവിടെ ഇരുട്ടുണ്ടെങ്കിലും ഒന്ന് പരിശോധിക്കൂ. വിളക്ക് കൊണ്ടുപോയിട്ട് ടോർച്ചൊന്ന് അടിച്ചു നോക്കൂ. ഇരുട്ടേ, നീ ഇവിടെ ഉണ്ടോ? നോക്കണു.
അപ്പോൾ ഇരുട്ടില്ല അവിടെ. അപ്പോൾ പിന്നെ എവിടെയാണ് ഇരുട്ട്? അപ്പോൾ ഇരുട്ട് എന്നുള്ളത് ഒരു ദുർവ്യാഖ്യാനാണ്. അങ്ങനെ ഒന്നുമില്ല. വെളിച്ചത്തിൻ്റെ തന്നെ ചുരുങ്ങിയ തോതാണ് ഇരുട്ട് എന്ന് പറയാം, അല്ലാണ്ട് ഇരുട്ടില്ല. അതുപോലെയാണ് ഈ ബന്ധനം. എവിടെയാണ് ഈ ബന്ധനം? സാധാരണ ഈ ഉള്ളി മുൻപിൽ ഞാൻ പറയാറുണ്ട്, തൊലി ഉരിക്കുക, ഉരിച്ച് അങ്ങോട്ട് പോയാലോ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അതുപോലെയാണിത്. നമേ മോക്ഷോന ബന്ധനം. എനിക്ക് മോക്ഷവുമില്ല ബന്ധനവുമില്ല. കേൾക്കണം നിങ്ങൾ, ശ്രീമദ് ഭാഗവതമാണ്, ഭക്തിശാസ്ത്രമാണ്. ആ ഭക്തിശാസ്ത്രത്തിൽ നിങ്ങൾ ചിത്രീകരിക്കുന്ന ഭഗവാൻ കൃഷ്ണപരമാത്മാവ് ഉത്തമ ഭക്തനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്? മോക്ഷവുമില്ല ബന്ധനവുമില്ല. ഈ രണ്ട് ശബ്ദങ്ങളും പ്രയോഗിക്കുന്നത് അജ്ഞാനികളാണ്. വാസ്തവത്തിൽ ഇത് രണ്ടും ഇല്ല 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 ഇല്ല. ഈ ഒരു ശ്ലോകം നിങ്ങൾ പറഞ്ഞ എല്ലാവരോടും മനസ്സിലാക്കി കൊടുക്കുമോ? അപ്പോൾ പിന്നെ എന്തിനാ നാം ബന്ധം എന്ന് പറയുന്നത്? അറിവില്ലായ്മയുടെ സൃഷ്ടിയെ. അറിവും അറിവില്ലായ്മയും എല്ലാവർക്കും ഉണ്ടാവാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ഒരു സാധനം പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, എടുത്ത് പരിശോധിച്ച് നോക്കിയാലോ മനസ്സിലാവും. എല്ലാം അങ്ങനെയാണല്ലോ. ഒരു മരുന്ന് മേടിച്ചു, ചെറിയ അക്ഷരത്തിൽ അതിൻ്റെ വിവരണങ്ങൾ എഴുതിയിരിക്കണേ, അത് കാണണമെങ്കിൽ എന്ത് വേണം? നല്ല പോലെ പരിശോധിച്ച് നോക്കി അത് മനസ്സിലാക്കണം. അപ്പോൾ പരിശോധനാഭാവത്തിൽ ബന്ധനവും പരിശോധന നന്നായി നടത്തിയാൽ മോക്ഷവും. ഇത് രണ്ടും മനസ്സിൻ്റെ രണ്ട് അവസ്ഥാഭേദങ്ങളാണ്, ബുദ്ധിയുടെ രണ്ട് അവസ്ഥാഭേദങ്ങളാണ്. അപ്രബുദ്ധമായ ബുദ്ധിക്ക് ബന്ധനം, പ്രബുദ്ധമായ ബുദ്ധിക്കോ മോക്ഷം. സത്യത്തിൽ ഇത് രണ്ടുമില്ല. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേന വസ്തുതഃ ഗുണസ്യ മായാമൂലത്വാത് നമേ മോക്ഷോ ന ബന്ധനം. തുടങ്ങുകയാണ് കൃഷ്ണൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഏകാദശം ശരിക്കും പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഭൂമാനന്ദ സ്വാമിജിയുടെ കൂടെ ഉണ്ടാവുമോ എന്നാണ് എനിക്ക് സംശയം. എല്ലാവർക്കും ഏകാദശം പറയണം. അതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു, സ്വാമിജി ഏകാദശം വേഗം പറയാതെ സ്വാമിജി എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ? ഹിരണ്യകശിപുവിൻ്റെ കഥ, വാമനൻ്റെ കഥയൊക്കെ പറയണോ? ഏകാദശത്തിലേക്ക് അങ്ങോട്ട് പറന്ന് ചെന്നാൽ പോരെ? ഞാൻ വേഗം പറന്ന് ചെല്ലാം. ഇതിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് നാളെ തന്നെ ചെന്ന് കളയാം. അതാണോ നമുക്ക് ആവശ്യം? അതോ ഈ സംപ്രേഷണം വാസ്തവത്തിൽ ഒരു വലിയ യജ്ഞമാണ്. ഇതിൽ പ്രേക്ഷകരാണ് പങ്കെടുക്കുന്നത്. വലിയൊരു ആഹുതിയാണ് ഇവിടെ നടക്കുന്നത്. എവിടെയാ? ഭൂമാനന്ദ സ്വാമിജി സംസാരിക്കുന്ന വാക്കുകളാണ് ഇതിൽ ഹോമദ്രവ്യം. അതിന് നെയ്യ്, ഹവിസ് എന്നൊക്കെ പറഞ്ഞോളൂ. അത് ഹോമിക്കണത് എവിടെയാ? ലക്ഷോപലക്ഷം കാണുന്നവരും കേൾക്കുന്നവരും അവരുടെ കർണപുടങ്ങളാണ് കത്തിജ്വലിക്കുന്ന അഗ്നി. അതിലേക്ക് സ്വാമിജിയുടെ വാക്കുകൾ അന്തരീക്ഷത്തു കൂടി സഞ്ചരിച്ച് അവരുടെ ടെലിവിഷൻ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ തുമ്പത്തു കൂടി വന്ന് കാഴ്ചയും ശ്രവണവുമായി അവരുടെ കണ്ണിലും ചെവിയിലും അങ്ങോട്ട് വീഴുക. അതാണ് ഹോമദ്രവ്യം. അത് ശരിക്കും അങ്ങോട്ട് ഹോമിച്ചാലോ അഗ്നി അത് മുഴുവനും ദഹിപ്പിക്കും. അപ്പം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും അത് മുഴുവനും ദഹിപ്പിച്ച് ഈ പറയുന്ന ജ്ഞാനം നിങ്ങൾക്ക് പകർന്നു കിട്ടണം. അപ്പോൾ യജ്ഞം, യാഗം സഫലമായി. അതാണ് ഇതിനെ സത്രം എന്ന് പറയുന്നത്. എന്താ ഇതിനെ സത്രം എന്ന് പറയാൻ കാരണം? ഇതൊരു കുടുംബമോ ഏതാനും കൂട്ടരോ അവർക്ക് വേണ്ടി നടത്തുന്നതല്ല. ഞാൻ കാണാത്ത പലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ടാണ്. അതാണ് നിങ്ങളിത് നടത്തണം എന്ന് പറയുന്നത്. ഇത് സ്വാമിജിയുടെ കയ്യിൽ നിന്നുള്ള പണം കൊണ്ട്, എവിടുന്നോ കൊണ്ടുവന്ന പണം കൊണ്ട് ഇത് നടത്താൻ സാധിക്കില്ല, ആവശ്യമില്ല. പ്രേക്ഷകന്മാരായ നിങ്ങൾ വേണം ഇത് നടത്താൻ. വേറൊരൊറ്റ ആളിത് നടത്തരുത്. പ്രേക്ഷകന്മാർക്ക് വേണ്ടിയുള്ളത്. നിങ്ങൾ ഒരു കടയിൽ പോയി സാമാനം മേടിക്കണം, അതിനുള്ള കാശ് ആരാ കൊടുക്കുക? നിങ്ങളല്ലേ കൊടുക്കുക. നിങ്ങളുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിറ്റ് ചെയ്ത് പഠിപ്പിക്കണം. ചിലർക്ക് 5000, 10,000 ഒക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നവരുണ്ട്. അതിനുള്ള പണം ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ കയ്യിലാണ്. അതുപോലെ ഈ സംപ്രേഷണം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സംപ്രേഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കുക, കേൾപ്പിക്കുക, അതാണ് ഈ സംപ്രേഷണം. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ആ പ്രേക്ഷകർ അതിൽ വളരെയധികം പങ്കാളികളാണ്. എന്നാലേ ഇത് പറ്റുള്ളൂ. നിങ്ങൾ പങ്കാളികളാവുന്നില്ല വേണ്ടത്ര എന്നുള്ളതാണ് ഒരു വിഷമം ഇതിൽ കാണാനുള്ളത്, ഒരു പൊരുത്തക്കേട്. അപ്പം നിങ്ങളതിൽ പങ്കെടുത്ത് ഞങ്ങൾക്കിത് ആവശ്യമാണ്. ഇത് വെറും ഒരു സംപ്രേഷണം ഞങ്ങളിങ്ങനെ കേൾക്കുകയല്ല. ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു, ആ ചിലവ് ഞങ്ങൾ വഹിക്കുന്നുണ്ട്. എന്താ? ഓൺ ചെയ്ത് TV ഓൺ ചെയ്താലല്ലേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാമിജി ആ ഇലക്ട്രിസിറ്റിക്കുള്ള കാശ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അത് പോരെ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. അതെങ്ങനെയാണ് നടക്കുക? ഇത് സംപ്രേഷണമാണല്ലോ. ആ സംപ്രേഷണത്തിന് എന്തെല്ലാം വരുന്നുണ്ടോ അതിലൊക്കെ ഭാഗവാക്കുകളാണ്. ആര്? ഒരു ഭാഗത്ത് ഞാൻ, പിന്നെ ഒരു ഭാഗത്തോ നിങ്ങളെല്ലാവരും. അപ്പോഴേ അത് സത്രമാവുള്ളൂ. ആ സത്രത്തിൻ്റെ ഉദ്ദേശം എന്താ? കർണപുടങ്ങളിൽ പതിഞ്ഞ് മനസ്സിലേക്ക്, ഉള്ളിലേക്ക് പോയി
അഗ്നി ഹോമദ്രവ്യങ്ങളെ ദഹിപ്പിച്ച് വെണ്ണീറാക്കുന്നത് പോലെ ഈ ഹോമദ്രവ്യം ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തിൻ്റെ പ്രവാഹം അത് നിങ്ങളുടെ ഉള്ളിൽ തട്ടി മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധമാക്കി, ബുദ്ധി അതിവിശുദ്ധ ബുദ്ധിഭി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിവിശുദ്ധ, വളരെ വിശുദ്ധമായിരിക്കുന്ന ബുദ്ധിയുമായി ആ ജ്ഞാനവും സാക്ഷാത്കാരവും നിങ്ങൾക്ക് കിട്ടണം. അതുവരെയാണ് ഈ സംപ്രേഷണത്തിൻ്റെ ദൗത്യം. ശോകമോഹൗ സുഖം ദുഃഖം ദേഹാപത്തിശ്ച മായയാ സ്വപ്നോ യഥാ ആത്മനഖ്യാതി സംസൃതിർ നതു വാസ്തവി. ഇതാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് ഇതൊക്കെ പറയാൻ ഇത്തിരി ഒരു വിഷമല്ല, ഒരു മുൻകരുതൽ. എന്താ അവിടെ പറയണേ കൃഷ്ണൻ? ശോകമോഹൗ സുഖം ദുഃഖം. കേൾക്കണുണ്ടോ ഗൃഹസ്ഥന്മാരെ, പ്രേക്ഷകരെ? നിങ്ങൾ പരീക്ഷത്തിനാണിത് പറഞ്ഞു കൊടുത്തത്, അല്ലാണ്ട് ഒരു സന്യാസിക്കോ തപസ്വിക്കോ അല്ല. മഹാപാപം ചെയ്ത് ആ പാപത്തിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്, ആ മനസ്സിനെ സാന്ത്വനപ്പെടുത്തി 7 ദിവസത്തിന് മുൻപ് തന്നെ മുക്തമാക്കി തീർത്ത് തക്ഷകൻ്റെ കടി ഒരു പ്രശ്നമല്ലാതെയാക്കി തീർക്കാൻ വേണ്ടി ശുഗമഹർഷി വളരെ വലിയ കാരുണ്യത്തോടുകൂടി അമൃത് വർഷിച്ച് 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 കൊടുക്കുക. ശോകമോഹൗ സുഖം ദുഃഖം. എത്ര തവണ ഞാനിത് പറയണം? ശോകമോഹൗ സുഖം ദുഃഖം. ശോകം, മോഹം, സുഖം, ദുഃഖം. ദേഹാപത്തിശ്ച മായയാ. ദേഹാപത്തിശ്ച മായയാ. ദേഹം അവസാനം വരുന്ന അപകടം, അവസാനം പതിക്കുക, ഇത് മുഴുവനും മായയാ. മായയാ, മായ കൊണ്ടാണിത് മുഴുവൻ നടക്കുന്നത്. നിങ്ങൾക്കൊക്കെ സുഖമുണ്ടായി ദുഃഖമുണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് വാസ്തവമല്ല. നിങ്ങൾക്ക് വാസ്തവത്തിൽ സുഖമാണെങ്കിൽ ആ സുഖം നഷ്ടപ്പെട്ടു പോയി ദുഃഖം വരുമോ? എന്താ അവർ ആലോചിക്കാത്ത മിണ്ടാതെയോ? വാസ്തവത്തിൽ നിങ്ങൾക്ക് സുഖമുണ്ടായാൽ ആ സുഖം നിരന്തരമായി തുടരണ്ടേ? തുടരുന്നുണ്ടോ? ഇല്ല. നിരന്തരമായി തുടരാത്തത് എന്താ? അവാസ്തവം, അസത്യം. പറയൂ. എനിക്കുണ്ടാവുന്ന സുഖം അസത്യമാണ്, അവാസ്തവമാണ്, ഭ്രമജനിതമാണ്, അത് മായയാണ്. ഉറപ്പിച്ചങ്ങോട്ട് പറയൂ. ഭർത്താവിനോടും ഭാര്യയോടും പറയൂ, കുട്ടികളോടും പറയൂ, സ്നേഹിതന്മാരോടും പറയൂ. അവരത് അങ്ങനെയല്ല എന്ന് പറയട്ടെ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അവരുടെ സംശയം ഞാൻ തീർത്തു കൊടുക്കാം. കൃഷ്ണനാണിത് പറയണത്, നിങ്ങളുടെ കൃഷ്ണൻ. ശോകമോഹൗ സുഖം ദുഃഖം ദേഹാപത്തിശ്ച മായയാ. ശോകം, മോഹം, സുഖം, ദുഃഖം, ദേഹാപത്തി, ഇത് മുഴുവനും മായയാലാണ്. സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതിർ നതു വാസ്തവി. സ്വപ്നോ യഥാ ആത്മനഃ ഖ്യാതി സംസൃതി നതു വാസ്തവീ. എങ്ങനെയാണ് അത് മോഹമാണെന്ന് പറയണത്? എങ്ങനെയാണോ സ്വപ്നം? സ്വപ്നം ആർക്കുള്ളതാ? നമുക്കുള്ളതാണ്. സ്വപ്നം കാണാത്തവരാരും ഉണ്ടാവില്ല. ഈ സുഖവും ദുഃഖവും ഒക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണത് എവിടെയുള്ളതാ? ജാഗ്രത അവസ്ഥയിലുള്ളതാണ്. ഈ ജാഗ്രത അവസ്ഥ മാത്രമേ നമുക്കുള്ളൂ? അല്ല. ഉറക്കമുണ്ട്, 7-8 മണിക്കൂർ കിടന്നുറങ്ങും, 16 മണിക്കൂറാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ. ആ 7 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് സ്വപ്നം. ആ സ്വപ്നത്തിൽ നിങ്ങൾ ചിലപ്പോൾ 100-500 വയസ്സ് ജീവിക്കാറില്ലേ? ഉവ്. ചില സ്ത്രീകൾ സ്വപ്നം കണ്ടിട്ട് ഞാൻ പുരുഷനാണെന്നുള്ള സ്വപ്നം കാണാറില്ലേ? ഉവ്. മറിച്ചുമോ? ഉവ്. അപ്പോൾ ഈ സ്വപ്നം എന്ന് പറയുന്നത് നിസ്സാര ബുദ്ധിയോടുകൂടി കാണേണ്ടതാണോ? ആരാ ഈ സ്വപ്നം കാണുന്നത്? നിങ്ങൾ സ്വയം കാണുന്നതാണ്. അതിലുള്ള അനുഭവങ്ങളോ അത് നിങ്ങൾക്കുള്ളതാ. ആ സ്വപ്നം കാണുന്ന സമയത്ത് അത് സ്വപ്നമാണോ? അല്ല, അത് ജാഗ്രത പോലെയുള്ള നിലയാണ്. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് അതിൽ നിന്ന് എണീക്കണില്ലേ? ഉവ്. അതേപോലെ ഈ ജാഗ്രതയിൽ നിന്ന് എണീക്കുമ്പോഴോ? ജാഗ്രതയിൽ നിന്ന് എണീക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങണുണ്ടല്ലോ. അപ്പോൾ ജാഗ്രതയിലുള്ള ഇംപ്രഷൻസ് മുഴുവനും ഉറക്കത്തിൽ മാഞ്ഞു കളഞ്ഞു പോയോ? പോയി. ഇതിനെവിടെയാ അപ്പം നൈരന്തര്യം? നൈരന്തര്യം ഇല്ലാത്തത് വാസ്തവമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ബുദ്ധി കൊണ്ട് പറയാൻ പറ്റില്ല. വാസ്തവത്തിൻ്റെ ലക്ഷണം എന്താ? ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ കോട്ടം കൂടാതെ നിലനിൽക്കുന്നത് മാത്രമാണ് വാസ്തവം. ഈ പ്രപഞ്ചം മുഴുവനുമോ പരിവർത്തനശീലമാണ്. അതിന് അപ്പോൾ പരിവർത്തന സ്വഭാവമുള്ളത് എങ്ങനെ വാസ്തവമാവും? അല്ല. ഇത് നിങ്ങൾ പറയോ? എനിക്ക് പറയാൻ ധൈര്യമില്ല. ഉവ്വ്. നിങ്ങളിത് പറയോ? പറയണം, അംഗീകരിക്കണം. സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതി നതു വാസ്തവി. നമുക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് സ്വപ്നത്തിൽ ഉണ്ടാവുന്നത്? കഴുത്തൊരാൾ വെട്ടി ഞാൻ മരിച്ചു എന്ന് വരെ സ്വപ്നം കാണാം. എണീറ്റ് കഴിഞ്ഞാൽ കഴുത്ത് അവിടെയുണ്ട്. കിടന്നുറങ്ങുന്ന ആ ശരീരം അവിടെ ഉണ്ടാവും. വേറെ ഒരു ശരീരവും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു ശരീരം നിങ്ങൾക്ക് ഉണ്ടായോ? ഉണ്ടായില്ല. എന്നാൽ അനുഭവം ഉണ്ടായില്ലേ? ഉവ്. എണീറ്റപ്പോഴല്ലേ അത് പോയുള്ളൂ? അതെ. എണീക്കുന്നത് വരെയോ അതായിരുന്നു വാസ്തവം.
അതുമാതിരി ഈ ജാഗ്രത അവസ്ഥയിൽ മാത്രമേ വാസ്തവമുള്ളൂ. സ്വപ്നത്തിലും ഇല്ല അതിന് പ്രസക്തി, ഉറക്കത്തിലും ഇല്ല പ്രസക്തി. അപ്പം 2 തരത്തിൽ നിരാകരിക്കപ്പെടും. സ്വപ്നം നിരാകരിക്കണു, സുഷുപ്തിയും നിരാകരിക്കണു. എന്താ എൻ്റെ ഭാഷ മനസ്സിലായോ? സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും രണ്ടും ഈ ജാഗ്രതത്തിന് നിരാകരിക്കണു, അതിൻ്റെ വിലയില്ലാതെയാക്കുന്നു. അങ്ങനെ 2 തരത്തിൽ നിരാകരിക്കപ്പെടുന്ന ഈ ജാഗ്രത വാസ്തവമാണോ? അല്ല. അതിൽ കാണുന്ന ലോകമോ? അല്ല. സംസൃതി, ഈ സംസാരം, നതു വാസ്തവീ, അത് വാസ്തവമല്ല. ഒരു തരത്തിലും ഇവിടെ പദത്തിനെ മാറ്റിമറിക്കാൻ പറ്റില്ല. മറ്റു പലയിടത്തൊക്കെ തിരിച്ചും മറിച്ചും പറയാം, ഇവിടെ അത് പറയാൻ പറ്റില്ല. സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതിർ നതു വാസ്തവി, സംസൃതി നതു വാസ്തവി. ഈ സംസാരം പ്രപഞ്ചം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഉള്ളതല്ല. അപ്പം ഏതാ 2 ശ്ലോകങ്ങൾ വളരെ വിശേഷപ്പെട്ടതാ. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേന വസ്തുതഃ ഗുണസ്യ മായാമൂലത്വാത് നമേ മോക്ഷോ ന ബന്ധനം. എനിക്ക് ബന്ധനോ മോക്ഷോ ഇല്ല എന്ന് പറഞ്ഞു. ശോകമോഹൗ സുഖം ദുഃഖം ദേഹാപത്തിശ്ച മായയാ. നിങ്ങളുടെ ജന്മം തന്നെ മായാവിരചിതമാണ്. നിങ്ങൾ ഭംഗിയായിട്ട് കല്യാണം കഴിച്ചോളൂ. ഉടനെ മനസ്സിലാക്കണം, എൻ്റെ മകൾക്ക് ഞാൻ നല്ല വരനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് ദമ്പതികളാക്കി തീർത്തതുണ്ടല്ലോ, വാസ്തവത്തിൽ മായയാ. അങ്ങനെ തന്നെയാ. ആദ്യമൊന്നും നിങ്ങളത് തേടില്ല. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇടിയും കുത്തും കിട്ടുമ്പോഴാണ് അത് പറയണത് ശരിയാന്ന് പറഞ്ഞ് ഒന്ന് പറയുക. അതുവരെ പറയില്ല. ശോകമോഹൗ സുഖം ദുഃഖം ദേഹാപത്തിശ്ച മായയാ സ്വപ്നോ യഥാത്മനഖ്യാതി. സ്വപ്നം മായയാണെന്നുള്ളത് എല്ലാവരും സമ്മതിക്കും, വളരെ പ്രസിദ്ധമാണ്, നല്ല ഖ്യാതിയുണ്ട് അതിന്. സംസൃതിർനതു വാസ്തവീ വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവ ശരീരിണാം മോക്ഷബന്ധകരീ ആദ്യേ മായയാ മേ വിനിർണിതേ. വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവ ശരീരിണാം. എങ്ങനെയാ ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കണേന്നാണല്ലോ ചോദിച്ചത്. ഒരേ സമയത്ത് ബന്ധനഭാവവും പിന്നെ ചിലർക്ക് മുക്തഭാവവും വരുന്നത് എങ്ങനെയാ? ഇതിന് രണ്ടിനുമുള്ള കാരണം വിദ്യ അവിദ്യ എന്ന് പറയുന്ന 2 എണ്ണമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അതോ ഇത് ശുഷ്കമായി തീരുന്നുണ്ടോ? വിദ്യാവിദ്യേ, വിദ്യയെന്നും അവിദ്യയെന്നും അത് രണ്ടും കൂട്ടിയാൽ ദ്വിവചന പ്രയോഗം. വിദ്യാവിദ്യേ മമതനു, എനിക്ക് 2 ശരീരമാണെന്ന് പറയണത് എന്തിനാ? അങ്ങനെ പറഞ്ഞാലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുമല്ലോ എന്ന്. നമ്മുടെ മനസ്സിനുള്ള ശരീരമാണ് ഈ സ്ഥൂല ശരീരം, ബുദ്ധിക്കുള്ള ശരീരമാണ്. സംസർഗം വേണമെങ്കിൽ ഈ ശരീരവും ഇന്ദ്രിയങ്ങളും വേണം. അതുകൊണ്ടാണ് നമ്മുടെ ഉൾചേതന സ്പേമും ഓവവും ഒക്കെ ആയിത്തീർന്ന് ഗർഭകോശത്തിൽ പ്രവേശിച്ച് അവിടെ ഒരു 8-9 മാസം വളർന്ന് അതിന് അംഗോപാംഗങ്ങളോടുകൂടി പുറത്തു വന്നത് എന്തിനാ? ഈ ലോകവുമായി സമ്പർക്കം രചിക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും 2 ശരീരങ്ങളുണ്ട്. എന്താ? വിദ്യാവിദ്യേ, വിദ്യയെന്നും അവിദ്യയെന്നും മമതനു വിദ്യുദ്ധവ ശരീരിനാം. ശരീരി എന്ന് പറഞ്ഞാൽ ശരീരമുള്ളവൻ, അതായത് ആത്മാ. വീട്ടുകാരൻ വീടല്ല. വസ്ത്രം ധരിച്ചിട്ടുള്ളവൻ വസ്ത്രധാരി വസ്ത്രമല്ല. അതുപോലെ ദേഹധാരി ദേഹമല്ല. ആ ദേഹധാരിയായിരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവ ശരീരിനാം മോക്ഷബന്ധകരീ ആദ്യേ. ഈ 2 ശരീരവും എപ്പോൾ തുടങ്ങിയതാ? ഇന്നലെയും മിനിഞ്ഞാന്നും തുടങ്ങിയതല്ല, ആദ്യം മുതൽക്കുണ്ട്. അറിവില്ലായ്മയും അറിവും. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണത് എന്തുകൊണ്ടാണ്? അറിവില്ലായ്മയാണ് അവർക്ക് അറിവ് ഉണ്ടാക്കി കൊടുക്കാനാണ്. അപ്പോൾ അറിവില്ലാത്ത ദശയ്ക്കാണ് ഇഗ്നറൻസ്, അജ്ഞാനം എന്ന് പറയുക. അജ്ഞാനം നീങ്ങിയാലോ ജ്ഞാനമായി. പിറക്കുമ്പോൾ എല്ലാവരും അജ്ഞാനികളായിട്ടാണ് പിറക്കുന്നത്. പിന്നെ വളരുമ്പോഴാണ് ജ്ഞാനം വരുന്നത്. അപ്പം അറിവില്ലായ്മ, അറിവ് എന്ന് പറയുന്ന 2 എണ്ണം ആദ്യേ പണ്ടേ മുതൽക്കുള്ളതാണ്. മായയാമേ വിനിർണിതേ. ഈ 2 എണ്ണവും എങ്ങനെയാണ് ഞാൻ രചിച്ചിരിക്കുന്നത്? മായാശക്തി കൊണ്ട്. മായ എന്ന് പറഞ്ഞാൽ എന്താ? പരബ്രഹ്മത്തിനോ പരമാത്മാവിനോ ആ ഉൾചേതനയ്ക്കോ ഉള്ള വിശേഷപ്പെട്ട ശക്തി. എന്താ വിശേഷപ്പെട്ട ശക്തി? ഇല്ലാത്തത് ഉണ്ടാക്കുക, ഉള്ളതിനെ ഇല്ലാതെയാക്കുക, ഉള്ളതിൽ എന്ത് മാറ്റം വേണമോ അത് വരുത്തി തീർക്കുക. ഇത് 3 എണ്ണമാണ് ഈ മായ എന്ന് പറയുന്ന ശക്തി. ആ മായാശക്തി കൊണ്ട് വിദ്യ അവിദ്യ എന്ന് പറയുന്ന 2 ശരീരങ്ങളെ ഉണ്ടാക്കി. ശരീരം എന്നുള്ളത് ഒരു കോൺക്രീറ്റ് ഫോം പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. മോക്ഷബന്ധകരീ ആദ്യേ. ഇതിൽ വിദ്യ മോക്ഷം നൽകുന്നതാണ്.
അവിദ്യ എന്ന് പറയുന്നത് ബന്ധനം രചിക്കുന്നതാണ്. അപ്പം മോക്ഷത്തിനും ബന്ധനത്തിനും കാരണം വിദ്യയും അവിദ്യയുമാണ്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അജ്ഞാനവും ജ്ഞാനവും ആർക്കാ? നമ്മുടെ ബുദ്ധിക്ക്. പ്രബുദ്ധമായതല്ല ജ്ഞാനം, അപ്രബുദ്ധമായിട്ടുള്ളതോ അജ്ഞാനം. അപ്പം നമ്മുടെ ബുദ്ധിയിലുള്ള രണ്ടവസ്ഥയാണ് എന്ത്? അജ്ഞാനം, ജ്ഞാനം എന്ന് പറയുന്നത്. അതിൽ ജ്ഞാനം വന്നാൽ മോക്ഷമായി, അജ്ഞാനം ഉള്ളിടത്തോളം കാലം ബന്ധനവുമായി. വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവ ശരീരിണാം മോക്ഷബന്ധകരീ ആദ്യേ മായയാമേ വിനിർണിതേ. മായ കൊണ്ട് മാത്രമാണ് ഇത്. വാസ്തവത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റില്ല. വാസ്തവത്തിൽ ഇല്ലാത്തതായതുകൊണ്ടാണ് ബന്ധനം നീങ്ങിക്കിട്ടുന്നതും മോക്ഷം അനുഭവപ്പെടുന്നതും. ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു ഘടകമാണ് ബന്ധനം എന്നിരിക്കട്ടെ. അപ്പോൾ ഒരാൾക്കും ഇവിടെ മോക്ഷം കിട്ടില്ല. മോക്ഷം കിട്ടുന്നതിന് തന്നെ കാരണം അവാസ്തവമാണ് ബന്ധനം എന്നുള്ളതാണ്. ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ ബന്ധോ അസ്യ അവിദ്യയാ അനാദിഹി വിദ്യയാ ച തഥേതരഃ. നമ്മുടെ ചർച്ചയുണ്ടല്ലോ, ഇറങ്ങി പോവാത്. പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എപ്പോഴെങ്കിലും ഇതിലൊരു വിരസതയോ അയ്യോ എന്ന് തോന്നിപ്പോവരുത്. തോന്നിപ്പോവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇത് ദ്വാരകയിൽ കൃഷ്ണൻ ഉദ്ധവനെ ആവശ്യപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഉദ്ധവൻ്റെ ആവശ്യം എന്താ? കൃഷ്ണൻ പറഞ്ഞതുപോലെ ദ്വാരക വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകണം. അതിന് സമയം എത്രയുണ്ട്? ഒരു സമയവും ഇല്ല, മണിക്കൂറുകളേ ഉള്ളൂ. ഈ സംവാദം മുഴുവനായാൽ ഉദ്ധവൻ പോയി കൃഷ്ണൻ ബാക്കിയുള്ളവരെ കൂട്ടി പ്രഭാസ തീർത്ഥത്തിലേക്ക് പോക്കായി കഴിഞ്ഞു. അപ്പോൾ ഉദ്ധവന് ഈ പറഞ്ഞു തന്നത് ഞാനൊരു മാസം 2 മാസം ഒന്ന് ആലോചിക്കട്ടെ, ഒന്ന് പകർത്തിയെടുക്കട്ടെ, ഒന്ന് വായിക്കട്ടെ എന്നൊന്നും പറയാൻ അവിടെ സമയമില്ല. പറയണത് അതേപോലെ കേട്ട് ഗ്രഹിച്ച് ഉൾക്കൊണ്ട് മനസ്സിൽ അലിഞ്ഞു ചേർന്ന് അജ്ഞാനവും മോഹവും ഭ്രമവും ഒക്കെ പോയി തെളിച്ചം വന്ന് കൃഷ്ണനെ വിട്ട് ഒരു കുലുക്കവുമില്ലാതെ ബദരികാശ്രമത്തിലേക്ക് പോകാൻ സാധിക്കണം. വളരെ നിർബന്ധമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു നിർബന്ധം ഇല്ലാത്തത് കൊണ്ടാണിത് മനസ്സിലാക്കാൻ വിഷമം ഉണ്ടെങ്കിൽ തന്നെ. അങ്ങനെ വേണമെന്നാണോ പറയണത്? ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ ഏകസ്യേവ മമാംശസ്യ. ഹേ മഹാമതേ, ഏകസ്യേവ മമ അംശസ്യ അസ്യ ജീവസ്യ ഏവ ബന്ധഃ. എൻ്റെ അംശം ഒരു തീയുടെ അംശമാണല്ലോ തീപ്പൊരി. അതേമാതിരി എൻ്റെ അംശമായിരിക്കുന്ന ഈ ജീവനുണ്ടല്ലോ, ആ ജീവൻ്റെ ഹേ മഹാമതേ, മഹാബുദ്ധിമാൻ, ബുദ്ധിയായുള്ളവേ, ബന്ധോ അസ്യ അവിദ്യയാ അനാദിഹി. ഈ ജീവന് അവിദ്യ കാരണമാണ് ബന്ധം അനുഭവപ്പെടുന്നത്. ആ അവിദ്യ എല്ലാവരിലും ഉണ്ട്. ആദ്യത്തെ പിതാവും മാതാവും അവിദ്യയിലൂടെ ജനിച്ചവരാ. അവർക്കുള്ള കുട്ടികളോ അവിദ്യയിലൂടെയാണ്. ഞങ്ങൾ സന്യാസിമാർ വാസ്തവത്തിൽ വിദ്യയോട് കൂടിയിട്ടുള്ളവരാണ്. അങ്ങനെ വിദ്യയുള്ളവർ കല്യാണം കഴിച്ചവർക്ക് കുട്ടികളുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കുട്ടികൾ ലോകത്ത് എവിടെയാ? ഇല്ല. പിന്നെ ഗൃഹസ്ഥന്മാർക്കാണ് ഉണ്ടാവുന്നത്. അവരൊക്കെ എങ്ങനെയാവും? അവിദ്യാസന്താനങ്ങൾ. അപ്പം നിങ്ങൾക്കുണ്ടാവുന്ന സന്താനങ്ങൾ അവിദ്യാസന്താനങ്ങളായാൽ അതിലെന്തെങ്കിലും കുറ്റം പറയാനോ വിഷമിക്കാനോ ഉണ്ടോ? ഇല്ല. എന്താ? നിങ്ങൾ വിദ്യ തേടിയിട്ടില്ല. എന്തു പറയണു? ആരാ അത് തേടിയത്? എത്ര കാലം തേടിയിട്ടില്ലല്ലോ? ഇല്ലല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് 1-2 ആൾ വന്നു. അതിൽ പുരുഷൻ തിരുമിണ്ടാതിരിക്കുന്ന ആളാണ്. സ്ത്രീ വളരെ സുന്ദരമായി സംസാരിക്കുന്നു. അവർ പറയാണ്, സ്വാമിജി, അവരൊരു ചെറിയ ഔട്ട്ഫിറ്റൊക്കെ നടത്തുന്ന കൂട്ടരാണ്. നല്ല അപ്പോൾ കാര്യങ്ങൾ ഓഫീസൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്ത് നോക്കുന്നത് ആ സ്ത്രീയാണത്രേ. അവർ പറയുക, സ്വാമിജി, ഞാനിതൊക്കെ നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഈ സമയത്ത് സന്തോഷവും താല്പര്യവും ഇതിലാണ്, ഭാഗവതത്തിലാണ്, ബാക്കിയുള്ളതിലല്ല. അപ്പോൾ ഇത്രയും കാലം എന്തു പറ്റി? അതറിഞ്ഞിരുന്നില്ല. ഇപ്പം അറിയാൻ തുടങ്ങി. അപ്പം രസം മാറി, ലക്ഷ്യം മാറി, മൂല്യം മാറി. അപ്പോൾ ഇത് മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലോ നല്ല കുട്ടികളുണ്ടായേനെ. ഇപ്പം നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളൊക്കെ കുട്ടികളാണ്. അപ്പോൾ എങ്ങാനും കുട്ടികൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ വിദ്യ നിങ്ങൾ മുൻപേ പിന്തുടരണം. അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഉദ്ധവൻ പോലും ചോദിച്ചത് എപ്പോഴാണ്? വയസ്സുകാലത്താണ്. കൃഷ്ണന് 125. അതുപോലെ നിങ്ങൾ വയസ്സായിട്ട് ചോദിക്കുക. അതിന് നിൽക്കണ്ട. കുട്ടികളോട് പറയൂ, എനിക്കിത് നേരം വൈകി കിട്ടുമ്പോൾ നിങ്ങളെങ്കിലും നേരത്തെ കൈക്കലാക്കൂ എന്ന് പറഞ്ഞ് കുട്ടികളോട് പറയണം. അത് പറയാറുണ്ടോ? ഇല്ല. നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ എത്ര പേര് കുട്ടികളെ കേൾപ്പിക്കണു എന്നുള്ളത് അറിയില്ല. ചിലരൊക്കെ ഇവിടെ വന്നു. ഞങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, കുട്ടികളും കേൾക്കുന്നുണ്ട്. അവർ പറയാണ്, ഇന്നലെ വന്നവരെ, ഇടയ്ക്ക് സ്വാമിജി ഇത് പറയുമ്പോൾ ഞാൻ അവരോട് പറയുമ്പോൾ ഇത് സ്വാമിജി പറഞ്ഞ കാര്യമാണല്ലോ എന്ന് പറയൂ അത്ര ആ കുട്ടി, ഗ്രാൻഡ് ചൈൽഡ്, ഒരു പെൺകുട്ടി. അപ്പം അവർക്ക് നമ്മളിത് തുറന്നു കൊടുത്താൽ താല്പര്യമുണ്ട് എന്നുള്ളത് വ്യക്തമാവുന്നുണ്ടല്ലോ. നിങ്ങൾ പൂട്ടി വെച്ചാൽ എന്ത് ചെയ്യും?
അവിദ്യാകുട്ടികളോടുകൂടി അങ്ങനെ നിങ്ങളുടെ തലമുറ നടക്കട്ടെ. ഞാനത് സമ്മതിക്കില്ല. ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ ബന്ധോ അസ്യ അവിദ്യയ അനാദിഹി. ഈ ജീവന് അവിദ്യ കൊണ്ടാണ് അനാദിയായിരിക്കുന്ന ബന്ധം വന്നിരിക്കുന്നത്. വിദ്യയാച തഥേതര. എത്ര കാലമായിട്ട് ഈ അവിദ്യ തുടർന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട, പോട്ടെ, അതങ്ങൾ തള്ളിക്കളയും. എത്ര കാലമായി എന്നുള്ളത് നാം ചിന്തിക്കണ്ട. നാം ചിന്തിക്കേണ്ടത് എന്താ? വിദ്യ പ്രയോഗിച്ച് അത് നിർത്താൻ പറ്റുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു ഗുഹ അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്നിരിക്കട്ടെ, ഗുഹയായിക്കോട്ടെ, നൂറ്റാണ്ടുകളായി ഇരുട്ടാണ് അവിടെ. അയ്യോ, നൂറ്റാണ്ടുകളായിട്ടുള്ള ഇരുട്ട്. ഞാനൊരു ഒരു ഒരു വിളക്കൊരു ചെരാത് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചു കൊണ്ടുപോയാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് വല്ല അവകാശമൊക്കെ പറഞ്ഞിരിക്കില്ലേ? ഇല്ല. മെഴുകുതിരി കൊണ്ടുപോയി നോക്കൂ, ആ ഇരുട്ട് അങ്ങോട്ട് പോകും. അപ്പം ജന്മങ്ങളായിട്ടാണ് ഈ അവിദ്യ നിങ്ങളിൽ ഉള്ളത് എന്നുണ്ടെങ്കിലും വിദ്യ എന്ന് പറയുന്ന ആ വിളക്ക് ചെരാത് കത്തിച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോകും. വിദ്യയാച തഥേതരഹ. ആ അവിദ്യാബന്ധനം ആകെ പോയി ആ വിദ്യാമോക്ഷം അവിടെ പ്രകാശിച്ചു തുടങ്ങും. ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ ബന്ധോ അസ്യ അവിദ്യയ അനാദിഹി വിദ്യയാച തഥേതരഹ. വാസ്തവത്തിൽ അവിടെ ബന്ധനമുണ്ടെങ്കിൽ അതൊരിക്കലും നീങ്ങാൻ പോകുന്നില്ല. മായ മൂലം വന്നിട്ടുള്ള ബന്ധനമായതുകൊണ്ടാണ് വിദ്യ മൂലം അത് നീങ്ങിക്കിട്ടുന്നത്. ഒരിക്കലും ബന്ധനം വാസ്തവമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അഥ ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷണ്യം വദാമിതേ വിരുദ്ധധർമ്മിണോസ്താദ സ്ഥിതയോ ഏകധർമ്മിണി. ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ്. അഥ ഞാനിപ്പോൾ പറഞ്ഞു തരാം ഉദ്ധവ. ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷണ്യം. ബദ്ധൻ്റെയും മുക്തൻ്റെയും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ, വിലക്ഷണത, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. വദാമിതേ വിരുദ്ധധർമ്മിണോസ്താദ സ്ഥിതയോരേകധർമ്മിണി. വിരുദ്ധധർമ്മിണോ. ബദ്ധൻ എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാതെ കണ്ണുകെട്ടി നടക്കുന്ന കുരുടനെ പോലെ എന്ന് വയ്ക്കുക. മുക്തനോ അങ്ങനെയല്ല. നല്ല തെളിച്ചത്തോടുകൂടി ഉറപ്പോടുകൂടി വേണ്ടാത്ത ചോദ്യമൊന്നും ചോദിക്കില്ല. ഇതൊക്കെ കേട്ടിട്ട് മിക്കവരും ചോദിക്കണത് എന്താ? ഇങ്ങനെയൊക്കെ ആയാലും സ്വാമിജി മരിച്ചാൽ എന്താവും എന്നാൽ ചോദിക്കേണ്ട ചോദ്യം അതാണോ? സ്വാമിജി പറയുന്നതൊക്കെയാണ് ശരി എന്നുണ്ടെങ്കിൽ മരണാനന്തരത്തെപ്പറ്റി ചിന്തിക്കേ വേണ്ടല്ലോ എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്. അത് പറയുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പം ഞാനിപ്പോൾ എല്ലാവരോടും പറയുക, എന്താവും സ്വാമിജി? പോട്ടെ, ഞാൻ നിങ്ങളോട് നുണ പറയണോ സത്യം പറയണോ? സത്യം പറയണം. സത്യം പറയുമ്പോൾ ആ സത്യം മനസ്സിലായില്ലെങ്കിൽ അതിൽ വെള്ളം ചേർത്ത് പറയണോ? വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. അഥ ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷണ്യം വദാമിതേ വിരുദ്ധധർമ്മിണോസ്താദ. പരസ്പരം വിരുദ്ധധർമ്മങ്ങളാണ് ബദ്ധനും മുക്തനും. സ്ഥിതയോ ഏകധർമ്മിണി. എന്നാൽ ഈ വിരുദ്ധധർമ്മങ്ങൾ ആർക്കാ? ഒരേ ഒരാൾക്കാണുള്ളത്. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ചേതന ബദ്ധമാണെന്ന് തോന്നണതും മുക്തമാണെന്ന് തോന്നണതും തോന്നലിലുള്ള വ്യത്യാസമല്ലാതെ വാസ്തവത്തിൽ അവിടെ വ്യത്യാസമില്ല. ചിലർക്ക് തോന്നണു ഞാൻ ബദ്ധനാണെന്ന്, അപൂർവം ചിലർക്ക് തോന്നണു ഇല്ല എനിക്ക് മുക്തി തന്നെയാണ് സ്വഭാവമെന്ന്. അത് ആ വിചാരത്തിലും തോന്നലിലുമുള്ള വ്യത്യാസമാണ്, അല്ലാണ്ട് വാസ്തവത്തിലല്ല. അതെങ്ങനെയത്? ഒരേ ആൾ ബദ്ധനും മുക്തനുമാവും. മുക്തനാണെന്നുള്ളത് ഒരു തോന്നലാണ്, ബദ്ധനാണെന്നുള്ളതും ഒരു തോന്നലാണ്. ആദ്യം ബദ്ധപ്രതീതി, ആ പ്രതീതി വേണ്ടതുപോലെ ശരിയാക്കി തുടച്ചു മാറ്റിയാലോ മുക്തപ്രതീതി. ഇത് രണ്ടും പ്രതീതികളാണ്, അല്ലാണ്ട് ബന്ധനം മോക്ഷം എന്ന് പറയുന്ന രണ്ട് സ്ഥിതികൾ അവിടെ ഇല്ല. അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? പറഞ്ഞ് മനസ്സിലാക്കാൻ കഷ്ടപ്പെടുമ്പോഴാണ് ഈ ഉപമിച്ച് പറയുക. മനസ്സിലാക്കാവുന്നത് വല്ലതും എടുത്ത് ദൃഷ്ടാന്തത്തോടു കൂടി പറയുക. ഒരു ദൃഷ്ടാന്തവും പൂർണ്ണമല്ല എങ്കിലും സുവർണാവേദൗ സദൃശൗ സഖായൗ യദൃച്ഛയൈതൗ കൃതനീടൗ ച വൃക്ഷേ ഏകസ്തയോ ഖാദതി പിപ്പലാന്നം അന്യോ നിരന്നോവി ബലേന ഭൂയാൻ. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞു, കൃഷ്ണൻ എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണൻ്റെ സ്വന്തം വാക്കാണ്, ആദ്യമായി കൃഷ്ണൻ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. കൃഷ്ണൻ ജനിച്ചത് എപ്പോഴാണ്? 5000 കൊല്ലം മുൻപ്. അതിനു മുൻപ് നമ്മുടെ വേദങ്ങൾ എത്ര കാലമായി അനാദിയായിട്ടുള്ളതാ? എത്രയോ 10000 ആണ്ടുകൾ കഴിഞ്ഞു. അപ്പം ആ കാലത്തൊക്കെ ഈ കൃഷ്ണൻ പറയുന്ന ആശയവും തത്വവും ഒക്കെ അന്നുമുണ്ട്. അദ്ദേഹം ഒരു പുതിയ പ്രവക്താവായി അതിന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചില വിവരണങ്ങൾ കൊടുത്തു എന്നേ ഉള്ളൂ. സത്യവും ഈ ജ്ഞാനവും ഒക്കെ മുമ്പുണ്ട് ഇവിടെ. അതിന് ദൃഷ്ടാന്തമാണ് ഇവിടെ പറയുന്നത്.
മുണ്ടകോപനിഷത്തിലാണ് ഈ ഉദാഹരണം, ഈ ഉപമ ആദ്യമായി പറയുന്നത്. 2 പക്ഷികളെ കൊണ്ടുവന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ 2 അവസ്ഥകളുണ്ട്. ഒന്ന് ബന്ധനാവസ്ഥ, മറ്റൊന്ന് മുക്തി അവസ്ഥ. അത് രണ്ടും എങ്ങനെയാ? സുവർണാവേദൗ സയുജൗ സഖായൗ യദൃച്ഛയൈതൗ കൃതനീടൗ ച വൃക്ഷേ ഏകസ്തയോ ഖാദതി പിപ്പലാന്നം അന്യോ നിരന്നോപി ബലേന ഭൂയാൻ. ഈ ഉപമ വേണ്ടത്ര നിങ്ങളെ സഹായിക്കുമോ? സഹായിക്കണം. സുവർണാവേദൗ, ഒരേപോലെയുള്ള 2 പക്ഷികളാണ്. കണ്ടാൽ ഒരുപോലെയാണ്. ചിറകുമതെ, കൊക്കുമതെ, ദേഹപ്രകൃതിയുമതെ, നിറവുമൊക്കെ തമ്മിൽ മാറിപ്പോവും. അങ്ങനെയുള്ള 2 പക്ഷികൾ. സുവർണാവേദൗ സദൃശൗ സഖായൗ, ഒരേപോലെയുള്ള 2 പക്ഷികളാണ്. തമ്മിൽ സഖാക്കളാണ്. പിണക്കമുള്ളവരല്ല, ഇണക്കമുള്ളവരാണ്. യദൃച്ഛയൈതൗ കൃതനീടൗ ച വൃക്ഷേ. എതിർച്ഛയ എന്നുള്ള വാക്കിന് ഇവിടെ എന്താ അർത്ഥം? ആദ്യമേ മുതൽക്ക് എപ്പോഴാ വന്നു കൂടിയെന്ന് പറയാൻ പറ്റില്ല. അവനവൻ്റെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് പ്രാരബ്ധവശാലിന്, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. 2 പക്ഷികളുടെ കാര്യം പറയുന്നു. ആ 2 പക്ഷികൾ കണ്ടാൽ ഒരുപോലെയാണ്. പരസ്പരം ഇണക്കവുമുണ്ട്, പിണക്കവുമുണ്ട്. അവർ തമ്മിൽ മത്സരമൊന്നുമില്ല. അങ്ങനെയുള്ള 2 പക്ഷികൾ. കൃതനീടൗച വൃക്ഷേ. പക്ഷികൾ സാധാരണ എന്താ ചെയ്യുക? പറക്കും, കാറ്റിലും വായുവിലും. അങ്ങനെ പറന്നതിന് ശേഷം ഇരയൊക്കെ തേടും. അവരുടെ താമസം എവിടെയാ? അത് വായുവിലല്ല, ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിലാണ്. അപ്പോൾ ഒരേ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ 2 പേരും പാർക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കൃതനീടൗ, ഒരു കൂടുണ്ടാക്കി. അപ്പോൾ 2 പേരും കുറേശ്ശെയായിട്ട് നാരും ചില ചെറിയ കൊമ്പും ചില്ലിയും ഒക്കെ കൊണ്ടുവന്ന് ആ വൃക്ഷത്തിലൊരു കൂടുണ്ടാക്കി. ആ കൂടുണ്ടാക്കിയതിന് ശേഷം പരസ്പരം ഇണങ്ങി, ഞാൻ നിനക്ക്, നീ എനിക്ക് എന്ന് പറഞ്ഞ് പുരുഷന്മാർക്ക് സ്ത്രീകളും കല്യാണം കഴിച്ചവർക്ക് കൂടാറില്ലേ? അതേമാതിരി ആ കൂട്ടിൽ കൃതനീടൗച വൃക്ഷേ, ആ വൃക്ഷത്തിൽ ഒപ്പമുണ്ടാക്കി കൂടി. അതുവരെയൊക്കെ ശരിയാണ്. തയോഹോ ഏകഃ പിപ്പലാന്നം ഖാദതി. ആ ആലിൻ്റെ പഴം അതിലൊരെണ്ണം നല്ല പോലെ രുചിച്ച് കൊത്തി തിന്നുന്നുണ്ടത്രേ. അന്യഹ അപി നിരന്നഹ ബലേന ഭൂയാൻ. ഒരെണ്ണം ഈ ആലുംപഴം ഇങ്ങനെ രുചിച്ച് കൊത്തി തിന്നാൻ, അതിൽ നല്ല രുചിയുണ്ട്. ഒരു പഴം കഴിഞ്ഞാൽ പിന്നെ ഒരു പഴം, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പഴം, ഇതിങ്ങനെ രുചിച്ച് തിന്നാൻ. എന്നാൽ കൂടെയുള്ള മറ്റേ പക്ഷി ഉണ്ടല്ലോ, അതിങ്ങനെ നോക്കിയിരിക്കുന്നുള്ളൂ. അനക്കല്ല. ഒരു പഴമെങ്കിലും കൊത്തണം എന്നതിന് തോന്നണില്ല. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് മുണ്ടകോപനിഷത്തിലാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ മുണ്ടകോപനിഷത്തിലുള്ള വരികൾ എന്താ? അത് അല്പം മാറ്റിയിട്ട് ഭാഗവതത്തിൽ കൃഷ്ണൻ പറയാ. ദ്വാ സുപർണ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യഃ പിപ്പലം സ്വാദ്വത്യനശ്നൻ അന്യൻ അഭിചാകശീതി. മുണ്ടകോപനിഷത്തിലെ 3:1 ഈ ശ്ലോകം. ദ്വാ സുപർണ സയുജാ സഖായ, ഒരേപോലെ വർണ്ണമുള്ള 2 പക്ഷികൾ പരസ്പരം സഖ്യമുള്ളവരാണ്. ഒരേ വൃക്ഷത്തിൽ അവർ ആശ്രയിച്ച് കാലം കഴിച്ചു കൂട്ടുന്നു. ഒരേ ദേഹത്തിൽ ഉള്ളിൽ ഒരു ജീവനും ഒരാത്മാവും. സാധാരണ പറയുമല്ലോ ജീവാത്മാവ് പരമാത്മാവ് എന്ന്. എന്നാൽ നിങ്ങളെല്ലാവരും ചോദിക്കും, ജീവാത്മാവ് ഒന്ന്, പരമാത്മാവ് വേറെ ഒന്ന്. അങ്ങനെ 2 ഒന്നുമില്ല, ഒരെണ്ണേ ഉള്ളൂ. അതിന് ജീവഭാവം വന്നാൽ ജീവാത്മാവ് എന്ന് പറഞ്ഞു. പരമഭാവം മനസ്സിലാക്കിയാൽ അതിനെ തന്നെ പരമാത്മാ എന്ന് പറഞ്ഞു. അതാണ് ഈ ആത്മശബ്ദം കോമൺ ആയിട്ട് 2-ലുള്ളത്. ജീവിക്കണു എന്ന് തോന്നുന്ന ആത്മാവ് അല്ല, ഞാൻ ജീവിതത്തിന് അതീതമാണ് എന്ന് തോന്നുന്ന പരമമായിരിക്കുന്ന ആത്മാവ്. 2-ലും ഒരേ ഒന്നാണ് സത്ത. അതിന് കൊടുത്തിട്ടുള്ള മോടിക്കാണ് വ്യത്യാസം. ദ്വാ സുപർണ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യഃ, അതിൽ ഒന്ന് പിപ്പലം സ്വാദ്വത്തി, വളരെ സ്വാദോടുകൂടി രുചിച്ച് അങ്ങനെ നുണച്ച് ആലിൻ്റെ പഴം തിന്നുന്നു അത്രേ. അനശ്നന്യോ അഭിചാകശീതി, എന്നാൽ മറ്റേ പക്ഷിക്ക് ഒരു കുലുക്കവും ഇല്ല. അനശ്നൻ, ഒട്ടും തിന്നാതെയും ഭക്ഷിക്കാതെയും. അഭിചാകശീതി, നോക്കി നിൽക്കുന്നു. സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഹ്യമാനഃ ജുഷ്ടം യദാ പശ്യത്യന്യമീശമസ്യ മഹിമാനമിതി വീതശോകഃ. ഇത് മുണ്ടകോപനിഷത്തിലുള്ള വാക്കാണ്.
സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ. ഒരേ കൊമ്പിലാണ്, ഒരേ വൃക്ഷത്തിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. രുചിയോടുകൂടി ആലുംപഴം കൊത്തി തിന്നാൻ തുടങ്ങിയപ്പോൾ എന്തായി? ഇടയ്ക്ക് വയറിന് സ്തംഭനം, ചിലപ്പോൾ വയറിളക്കണം, കാറ്റായി. അവർക്ക് ഡോക്ടറും ചികിത്സയൊന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ കൊക്കുകൊണ്ട് തന്നെ വെള്ളം, ചിലപ്പോൾ മലദ്വാരത്തിലേക്ക് അങ്ങനെ തള്ളിവിടും, ഒരു എനിമയൊക്കെ എടുക്കും. അങ്ങനെ പല വിധത്തിലുള്ളതൊക്കെ ഉണ്ട്. ഈ ആലുംപഴം തിന്നാൻ പുറപ്പെട്ടതാ കുഴപ്പം. എന്നാൽ മറ്റേ ആളോ ജുഷ്ടം യഥാ പശ്യത്യന്യമീശമസ്യ മഹിമാനമിതി വിഹിതശോക. തൻ്റെ ഉള്ളിൽ ഈ പഴം കഴിക്കാതെ തന്നെ തനിക്ക് ജീവിക്കാൻ പറ്റും. എനിക്ക് ഈ പഴം വാസ്തവത്തിൽ ആവശ്യമൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിലുള്ള സുഖഭോഗ വസ്തുക്കൾ കണ്ടമാനം തിന്നിട്ട് വേണ്ട നമുക്ക് ജീവിക്കാൻ. ഇത് തിന്നത് കൊണ്ട് പൊല്ലാപ്പാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാതെ അങ്ങനെ രുചിയോടുകൂടി കഴിച്ച് ശോചതി മുഹ്യമാനഹ, വളരെയധികം ദുഃഖവും ദുരിതവും വിഷമവും നൂലാമാലും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ജുഷ്ടം യഥാ പശ്യത്യന്യമീശമസ്യ മഹിമാനമിതി വിഹിതശോക. കുറേ കഴിഞ്ഞപ്പോൾ തോന്നി, ഞാനിങ്ങനെ കൊത്തി വലിച്ച് തിന്നുന്നുണ്ടല്ലോ, മറ്റേ ആൾ ഒന്നും തിന്നാതെ ഇരിക്കും. എന്നാൽ ഒരു ചടവോ ഒരു മെലിവോ ഒരു വിഷമോ ഒരു ദുഃഖമൊന്നുമില്ല. അപ്പം ഇതൊക്കെ കഴിച്ചാലാണ് വിഷമം, കഴിക്കാതെ ഇരിക്കുന്നാലാണല്ലോ നല്ലത്. അപ്പം അദ്ദേഹത്തിനെ പോലെ ഞാനും ആയിക്കളയാം എന്ന് പറഞ്ഞ് ഇവർ കഴിക്കാതെ ഇരിക്കുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദ്വാ സുവർണ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യഃ പിപ്പലം സ്വാദ്വത്യനശ്നൻ അന്യോ അഭിചാകശീതി ആത്മാനമന്യം ച സവേദ വിദ്വാൻ അഭിപ്പലാദോ നതു പിപ്പലാദഃ. ഭാഗവതത്തിൻ്റെ ശ്ലോകമാണിത്. യോ അവിദ്യയായുക്സതു നിത്യബദ്ധോ വിദ്യാമയോ യസ്സതു നിത്യമുക്തഃ. രണ്ടാളും തമ്മിൽ വ്യത്യാസം എന്താന്ന് പറഞ്ഞു. ആത്മാനമന്യം ച സവേദ വിദ്വാൻ, അറിവുള്ളവൻ. എന്താ? അവിദ്യ മൂലമാണ് നമുക്ക് ഈ ബന്ധനം എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് വിദ്യയെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഏതുപോലെ? അപിപ്പലാദോ നതു പിപ്പലാദഃ. മറ്റേ പക്ഷി ആലുംപഴം കൊത്തിത്തിന്ന് ആ കൊത്തി തിന്നുന്നത് മൂലമുള്ള വയറുവീർപ്പും വയറിളക്കവും വിഷമവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ അത് നോക്കിക്കണ്ട് മനസ്സിലാക്കി വേണ്ട നമുക്ക് ഈ പൊല്ലാപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് പഴം തിന്നണത് ശരീരത്തിനാണ്, ഞാനാകട്ടെ പരമാത്മാവാണ്, ആത്മാവായി എനിക്ക് പഴത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അഭിപ്പലാദഃ ഈ ആലുംപഴം കൊത്തി തിന്നാതെ കഴിച്ചു കൂട്ടുന്നു. ആത്മാനമന്യം ച സവേദ വിദ്വാൻ. പരമാത്മാവിനെ കുറിച്ചുള്ളൊരു പ്രകാശം ആ ആൾക്കുണ്ടായി, ആ പക്ഷിക്ക് മനസ്സിലാക്കി നല്ലോണം. നേരെ മറിച്ച് ഈ കൊത്തിത്തിന്നുന്ന ആളോ, കൊത്തിത്തിന്ന പക്ഷിക്കോ ന പിപ്പലാദഃ, അതിന് ഇതേമാതിരിയുള്ള ഒരു ഉൾമഹിമ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. യോ അവിദ്യയായുക്, അറിവില്ലായ്മയോടുകൂടി ബന്ധപ്പെട്ട് അതിനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സതു നിത്യബദ്ധ, നിരന്തര ബന്ധനമാണ്. അറിവില്ലായ്മയ്ക്ക് വിധേയമായി നാം കഴിയുന്നിടത്തോളം കാലം നമുക്ക് ബന്ധനമാണ്. അപ്പോൾ ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ? വാസ്തവത്തിൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു കെട്ടോ, അതോ അറിവില്ലായ്മയ്ക്ക് വിധേയമായി കഴിയുന്ന വിധേയത്വം? അറിവില്ലായ്മയ്ക്കുള്ള വിധേയത്വമാണ് വാസ്തവത്തിൽ ഈ ബന്ധനം. വിദ്യാമയോ യസ്സതു നിത്യമുക്തഃ. നേരെ മറിച്ച് ആലോചിച്ച് നോക്കൂ. എന്താ ആലോചിച്ച് നോക്കേണ്ടത്? നമ്മുടെ ശരീരം പാഞ്ചഭൗതികമാണ്. പാഞ്ചഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. പഞ്ചഭൂതത്തിൽ എന്തൊക്കെയുണ്ട്? ഖരമായ ഭൂമി, ദ്രവമായ വെള്ളം, വാതമായ വായു, അഗ്നി തുടങ്ങിയിട്ടുള്ളതായ പ്രകാശങ്ങളും ശക്തികളും, പിന്നെ ആകാശം. ഇതഞ്ചും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ പാഞ്ചഭൗതിക ശരീരത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ പ്രകടമാക്കുന്ന പരമാത്മ. അപ്പം ഈ പരമാത്മ പഞ്ചഭൂതങ്ങളെക്കാൾ സൂക്ഷ്മമാവണ്ടേ? ആണ്. അങ്ങനെ പഞ്ചഭൂതങ്ങളെക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ഈ പരമാത്മ സർവവ്യാപിയല്ലേ? അതെ. ആ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് ആലോചിക്കുമെങ്കിൽ നമുക്ക് ഈ ലോകവസ്തുക്കളോട് പിന്നെ ഭ്രമം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം ആ പരമാത്മവിചിന്തനം വാസ്തവത്തിൽ ശരീരമുണ്ട്, നമുക്കൊരു ഉപാധിയാണ്, ഒരു ഉപകരണമാണ്. ആ ശരീരത്തെ ധരിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഉള്ളിലുള്ള ഉൾസത്തയാണ്. ആ ഉൾസത്ത കൊണ്ട് ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളത് ശരി. അപ്പം വാസ്തവത്തിൽ ഞാൻ പ്രവർത്തിപ്പിക്കപ്പെടുന്ന ശരീരമോ
അതോ പ്രവർത്തിപ്പിക്കുന്ന ആത്മചേതനയോ ആത്മചേതനയാണ് എന്ന് ധരിക്കുകയാണെങ്കിലോ ഒരു കുഴപ്പമില്ല. അപ്പം എന്തു വേണം? തത്വശ്രവണവും തത്വമനനവും തത്വധ്യാനവും ആവശ്യമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു. അപ്പം അവിദ്യയോടുകൂടി ചേർന്നിരിക്കുന്ന സമയത്താണ് ഈ നിത്യബന്ധനം. വിദ്യാമയോ യസ്സതു നിത്യമുക്ത. എപ്പോഴാണോ നമ്മുടെ മനസ്സും ബുദ്ധിയും വിദ്യയാൽ പ്രശോഭിപ്പിക്കപ്പെടുന്നത്, ആ പ്രശോഭനം വന്നു കഴിഞ്ഞാലോ അപ്പം മോക്ഷമായി. അപ്പം ഇത് രണ്ടും രണ്ട് അവസ്ഥാഭേദങ്ങളാണ്, രണ്ട് വ്യക്തിഭേദങ്ങളല്ല, പരിണാമഭേദങ്ങളല്ല. അത് അറിവില്ലായ്മ കൊണ്ട് നാം അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവുമാണ് ബന്ധനം. അറിവുകൊണ്ട് നാം പരിഹരിച്ച് സ്വതന്ത്രയോടുകൂടി കഴിയുന്നതാണ് മോക്ഷം. ആത്മാനമന്യം ച സവേദ വിദ്വാൻ അഭിപ്പലാദോ നതു പിപ്പലാദഃ വിദ്യാം യോ വിദ്യയായുക്സതു നിത്യബദ്ധോ വിദ്യാമയോ യസ്സതു നിത്യമുക്തഃ. ദേഹസ്ഥോപി ന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാദ് യഥോത്ഥിതഃ അദേഹസ്ഥോപി ദേഹസ്ഥഃ കുമതിഃ സ്വപ്നദൃഗ്യഥാ. മുണ്ടകോപനിഷത്തിൽ 2 ശ്ലോകങ്ങൾ പറഞ്ഞു. അതിൻ്റെ അഡാപ്റ്റേഷനായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ പറയുന്ന ഭാഗം എന്ന് ഞാൻ പറഞ്ഞു. ഈ മുണ്ടകോപനിഷത്തും ഭാഗവതവും പറയുന്നത് എന്താ? അവിടെ 2 പക്ഷികളുടെ കാര്യമാണ്. ഉടനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ 2 ഉണ്ടെന്ന്. 2 പക്ഷികളുടെ കാര്യം പറയുന്നത് ഒരു ദൃഷ്ടാന്തം. ഈ ദൃഷ്ടാന്തത്തിനെ സംബന്ധിച്ചൊരു വ്യവസ്ഥയുണ്ട്. എന്താണെന്നറിയോ? എന്തെങ്കിലും പറയാൻ പുറപ്പെടുമ്പോൾ ആ ആശയം വ്യക്തമായില്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷമായി കാണുന്ന എന്തെങ്കിലും ദൃശ്യമെടുത്ത് അതിനൊരു സാദൃശ്യം നൽകുക എന്നുള്ളതാണ് ദൃഷ്ടാന്തത്തിൻ്റെ ഉദ്ദേശം. പക്ഷെ ഇവിടെ നാം പ്രതിപാദിക്കുന്ന വിഷയം അതിസൂക്ഷ്മമായിരിക്കുന്ന ആത്മവിഷയമാണ്. അപ്പോൾ അത് സൂക്ഷ്മമായതുകൊണ്ട് അതിന് സമാനമായി ഒരു വസ്തുവും ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. എന്നാലും ചില ഉദാഹരണങ്ങൾ കൊണ്ടുവരണു, ഉപമയൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. അതുകൊണ്ടാണ് 2 പക്ഷിയുടെ കാര്യം പറഞ്ഞത്. എന്താ ഈ 2 പക്ഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പക്ഷി ഈ ലോകദൃശ്യങ്ങളെയും ഇന്ദ്രിയ സുഖഭോഗങ്ങളെയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിലയ്ക്കാണ് ഈ ബന്ധനം എന്ന് പറയുന്നത്. അതല്ലാത്തൊരു നിലയും സാധ്യമാണ്. അതേപോലെ ഒരു പക്ഷി അതേ കൊമ്പിൽ അതേ കൂട്ടിലിരിക്കണു, ഒന്നും തിന്നാതെ ഇരിക്കുന്നു. ആ തിന്നാതെ ഇരിക്കുന്ന പക്ഷിയാണ് മുക്തൻ, തിന്നുകൊണ്ടിരിക്കുന്നതാണ് ബദ്ധൻ. ഇനി ഇത് പറഞ്ഞിട്ട് സ്വാമിജി 2 പക്ഷി പറഞ്ഞില്ലേ, അതുകൊണ്ട് ജീവാത്മാവും ഉണ്ട് പരമാത്മാവും ഉണ്ട് 2 എണ്ണം എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാ ഉപമയും ഒരു പരിധിവരെ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്, നോ സിമിലി ഈസ് ആപ്ലിക്കബിൾ ഓൺ ഓൾ ദ ഫോഴ്സ് എന്ന് പറയും. എല്ലാ 4 ഭാഗവും ആ സിമിലിയിൽ നിന്ന് പ്രയോഗിക്കാൻ നമുക്ക് പറ്റില്ല. ആ ഒരു വരെ ദൃഷ്ടാന്തമെടുത്ത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? അവിദ്യയോടുകൂടിയിരിക്കുന്ന ആള് ബന്ധനസ്ഥനാണ് എന്ന് പറഞ്ഞു. അവിദ്യയായു സതു നിത്യബദ്ധോ. ആ 2 പക്ഷി എന്നുള്ളത് മാറ്റിയിട്ട് ഇനി ഒരു പക്ഷിയിലേക്ക് വരിക. ആ ഒരു പക്ഷി എത്രത്തോളം കാലം തൻ്റെ മഹിമയെക്കുറിച്ചോ ആത്മാവിനെക്കുറിച്ചോ നിർബാധിതമായിരിക്കുന്ന ഉൾകേന്ദ്രത്തെയോ ഉൾസത്തയെയോ കുറിച്ച് ആലോചിക്കാതെ ഇരിക്കുന്നുവോ അത്രത്തോളം കാലം ഈ പുറം വസ്തുക്കളിൽ രമിച്ച് തിന്നുകൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടുമിരിക്കും. ആ കഷ്ടപ്പാട് വിട്ട് ഇപ്പം ശാസ്ത്രങ്ങൾ കേട്ടോ ഗുരു പറഞ്ഞോ നമ്മുടെ ഉള്ളിൽ നിർബാധിതമായിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മതലത്തിൽ ഒന്നും സ്പർശിക്കുന്നില്ല, അവിടേക്കൊന്നും ചെന്നെത്തില്ല. അവിടെ നിഷ്ക്രിയമാണ്, ഒരു പ്രവൃത്തിയും നടക്കണില്ല, പ്രവൃത്തി ഫലവും എത്തുന്നില്ല. അങ്ങനെ ഒരു മഹിമ തനിക്കുണ്ട് അല്ലേ എന്ന് വിചാരിച്ച് ആലോചിക്കാൻ തുടങ്ങി. എങ്ങനെ അവിദ്യ കൊണ്ട് കൊത്തി തിന്നുന്നുവോ വിദ്യ കൊണ്ട് തിന്നാതെ ഇരിക്കുന്ന ഒരു നിലയും നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ 2 നിലയും അനുഭവിക്കുന്നതോ വരുന്നതോ എവിടെ കൊണ്ടാണ്? നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ്. അപ്പോൾ ആ മനസ്സും ബുദ്ധിയും അവിദ്യായുക്തമായിരിക്കുമ്പോൾ അതിന് ബന്ധനം, അത് വിദ്യായുക്തമായാലോ ബന്ധനം പോയി. അല്ലാണ്ട് 2 സാധനങ്ങളോ 2 വ്യക്തിയോ ആണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അത് അങ്ങനെയാണ് എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പിച്ച് വേറെ ഒരു ദൃഷ്ടാന്തത്തോടു കൂടി പറയുക. ദേഹസ്ഥോ പിന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാദ് യഥോത്ഥിതഃ അദേഹസ്ഥോപി ദേഹസ്ഥഃ കുമതി സ്വപ്നദൃഗ്യഥ. ഇവിടെ 2 ഇല്ല, 2 പോയി. ദേഹസ്ഥോപി ന ദേഹസ്ഥഃ. വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ദേഹസ്ഥഃ അഭി, ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനായാലും ന ദേഹസ്ഥഃ, എനിക്ക് ദേഹമില്ല. നല്ലൊരു ഉറപ്പാ. ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ഈ ദേഹം എന്ന് പറയുന്നത് മായാനിർമ്മിതമാണ്. ലോകമോ അതും മായാനിർമ്മിതമാണ്. അങ്ങനെ മായയാൽ നിർമ്മിക്കപ്പെട്ട ദേഹം മായയാൽ നിർമ്മിക്കപ്പെട്ട ലോകത്തിൽ സമ്പർക്കം പുലർത്തി അങ്ങനെ നടക്കണു എന്നല്ലാതെ
എനിക്കതിൽ വാസ്തവത്തിൽ ഒരു ബന്ധനവുമില്ല. ഏതുപോലെ? സ്വപ്നത്തിൽ സ്വപ്നാദ്യഥോത്ഥിത, സ്വപ്നം കണ്ടുകൊണ്ട് കടന്നു. അപ്പോൾ സ്വപ്നത്തിൽ പലതും നടന്നു. അവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ടാവും, 4 കുട്ടികളായിട്ടുണ്ടാവും, വിദേശത്തേക്ക് പോയി വലിയ മുതലൊക്കെ സമ്പാദിച്ചു, അതിൽ കുറേ നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ആ ആൾ എണീറ്റ് കഴിഞ്ഞാൽ ആ സ്വപ്നം കണ്ട വസ്തുക്കളോടുകൂടി എന്തെങ്കിലും ഒരു താതാത്മ്യമോ ഒരടുപ്പമോ ഉണ്ടാവുമോ? അതെ, സ്വപ്നത്തിൽ നടന്ന കല്യാണത്തിൽ 4 കുട്ടികളുണ്ട്, നല്ലൊരു ഭാര്യയുണ്ട്. അവളെ തേടി ആരെങ്കിലും പോവാറുണ്ടോ? സ്വപ്ന ഭാര്യയെയും സ്വപ്ന സന്താനങ്ങളെയും തേടി പോവാറില്ല. എന്താ കാരണം? അത് സ്വപ്നത്തിലാണ്, എണീറ്റ് കഴിഞ്ഞു. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് എണീറ്റവൻ സ്വപ്നാനുഭവങ്ങളെ എങ്ങനെ നോക്കിക്കാണുമോ? എങ്ങനെ നോക്കിക്കാണും? അത് സ്വപ്നമായിരുന്നു, വാസ്തവമല്ല, അത് പോയി, അതിനെ തേടേണ്ട ആവശ്യമില്ല, ഞാൻ എണീറ്റ് കഴിഞ്ഞു, അതോടുകൂടി സ്വപ്നബന്ധനവും പോയി എന്ന് തോന്നുന്നത് പോലെ ദേഹസ്ഥോപി ന ദേഹസ്ഥ, ദേഹത്തിൽ ഇന്ദ്രിയങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്നവനാണ്. ദേഹത്തിന് വേണ്ട പ്രവൃത്തികൾ നടക്കണം, ഇന്ദ്രിയങ്ങൾക്ക് വേണ്ട സുഖഭോഗങ്ങളും ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇത് രണ്ടും നടന്നാലും ഞാൻ ഉള്ളിലുള്ള അന്തസ്സത്തെയാണ്, മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും താണ്ടിക്കടന്ന് നിലനിൽക്കുന്ന ഒരു ആത്മതലത്തിലാണ് എൻ്റെ സ്ഥിതി. അവിടെ വരുന്ന സമയത്ത് ഈ ദേഹത്തിൻ്റെ ഒരു വിധത്തിലുള്ള വിക്രിയകളും അവിടെ ബാധിക്കുന്നില്ല എന്നുള്ള നിർബാധിതമായിരിക്കുന്ന ഒരനുഭവത്തിൽ ഉറച്ചു നിൽക്കണു ദേഹസ്ഥനായാലും. അദേഹസ്ഥോപി ദേഹസ്ഥ കുമതി സ്വപ്നദൃഗ്യഥ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. വാസ്തവത്തിൽ ദേഹമില്ലാത്തവനാണെങ്കിലും ദേഹസ്ഥനായിത്തീരുന്നു. ആര്? അവിദ്വാൻ, അറിവില്ലാത്ത അജ്ഞാനി. കുമതിഹി എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിയെ വേണ്ടതുപോലെ വിനിയോഗിക്കാതെ, പൂർണ്ണമാക്കാതെ, തെറ്റായിട്ടുള്ള ധാരണകളും സങ്കല്പങ്ങളും പുലർത്തിക്കൊണ്ടിരിക്കുന്ന കുമതി ഉണ്ടല്ലോ, അയാൾ അദേഹസ്ഥോപി ദേഹസ്ഥ. സ്വപ്നത്തിലുണ്ടായ ദേഹം വാസ്തവമല്ല എന്ന് മനസ്സിലാക്കുന്നതിന് പകരം സ്വപ്നത്തിൽ കണ്ടത് ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ പോലെയാണ്. സ്വപ്നദൃഗ്യഥ ദേഹസ്ഥോപിന ദേഹസ്ഥ വിദ്വാൻ സ്വപ്നാദ്യഥോത്ഥിത അദേഹസ്ഥോപി ദേഹസ്ഥ കുമതി സ്വപ്നദൃഗ്യഥ. ഒരാൾ സ്വപ്നത്തിൽ ഒരു പുലിയെ കണ്ടത് വല്ലാതെ പേടിച്ച് എണീറ്റിട്ട് അയാൾ ഓടുക. അരെ, സ്വപ്നത്തിലാണ് ഈ പുലി വന്നത്, ആ പുലി എൻ്റെ പിന്നാലെ ഇല്ല എന്നല്ല, പുലി വന്നു, എണീറ്റ് ഓടാൻ തുടങ്ങി. എണീറ്റപ്പോൾ സ്വപ്നം പോയി കഴിഞ്ഞു. സ്വപ്നം പോയപ്പോൾ കണ്ടത് സ്വപ്നമാണെന്ന് വിചാരിച്ച് മിണ്ടാതെ ഇരിക്കണോ, അതോ പുലി എൻ്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങണം? ഞങ്ങളുടെ ആശ്രമത്തിൽ പഴയ കാലത്തൊരു മാതാജി ഉണ്ടായിരുന്നു, മാതാജി സുലഭാദേവി. അവരുടെ അമ്മയും ചിലപ്പോഴൊക്കെ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഈ അമ്മ ഇങ്ങോട്ട് എണീറ്റിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താ കരയണേ? ഞാൻ പറയില്ല. സ്വപ്നത്തിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്, അത് എന്ത് ചെയ്താലും പറയില്ല. നിങ്ങൾ പറയൂ, സ്വപ്നമല്ലേ കണ്ടത്? ഞാൻ പറയില്ല. അതുകൊണ്ടുള്ള വിഷമം അവർക്ക്. നടന്നത് സ്വപ്നമാണെന്ന് വിചാരിച്ചാൽ പോരെ. ഇപ്പം ഞാൻ ചിലരോടൊക്കെ പറയുന്നത് ഞാൻ കുറച്ച് കിടന്ന് സംസാരിക്കുന്ന ആളാണല്ലോ തത്വം പറയുന്ന സമയത്ത്. നിങ്ങൾ മനസ്സിലാക്കി കാണണം. ഒരാൾ സ്വപ്നം കണ്ടു, എന്ത്? അമ്മയെ കൊന്നു, അമ്മയെ വെട്ടിക്കൊന്നു. എണീറ്റ് നോക്കിയപ്പോൾ അമ്മ അവിടെ ഉണ്ട്, വെട്ടിക്കൊന്നിട്ടില്ല. എന്നാലും ഈ മനസ്സിന് സ്വപ്നം കണ്ടുല്ലോ ഞാൻ അമ്മയെ കൊന്നു, ഇതൊരു വലിയ മഹാപാപമാണല്ലോ എന്ന് പറഞ്ഞ് ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നു. ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അമ്മയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടേ? അപ്പോൾ ജ്യോത്സ്യൻ ഇങ്ങനെയുള്ള ആൾക്കാർ വരാൻ കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ട പ്രതിവിധിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അവർ ക്ഷേത്രത്തിൽ പോയി പല പ്രതിവിധിയും ചെയ്യും. ശരിയായിട്ടുള്ള പ്രതിവിധി എന്താ? കണ്ടത് സ്വപ്ന, ഞാൻ അമ്മയെ കൊന്നിട്ടില്ല, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. സ്വപ്നം എൻ്റെ സമ്മതത്തോടു കൂടി വരുന്നതല്ല. അവിടെ നല്ലത് നടന്നാലും ചീത്ത നടന്നാലും എനിക്കതിലൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നതാണോ ശരി, അതോ സ്വപ്നാനുഭവത്തെ എണീറ്റതിന് ശേഷം അതിൽ താതാത്മ്യത്തോടുകൂടി പ്രതിവിധി തേടുന്നതോ ശരി? നിങ്ങൾ തന്നെ പറയും. അത്ര വ്യത്യാസമാണ് ഇവിടെ. കുമതിഹി സ്വപ്നദൃഗ്യഥ. സ്വപ്നത്തിൽ ഒരു നല്ല ആളെ കണ്ടു, വളരെ ഇഷ്ടമായി, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് എണീറ്റാലും ഓടി നടക്കുക ആരെങ്കിലും? ഓടി നടക്കില്ല. ദേഹസ്ഥോപിന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാദ്യഥോത്ഥിത അദേഹസ്ഥോപി ദേഹസ്ഥ കുമതി സ്വപ്നദൃഗ്യഥ. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് എണീറ്റാലും സ്വപ്നദൃശ്യങ്ങളെ വിട്ടുകളയാതെ അതിലുള്ള ഒട്ടലോടുകൂടി ആ സ്വപ്നാന്വേഷണവുമായി പോകുന്നത് പോലെയാണ് സാധാരണക്കാരൻ. മറ്റതോ സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ കണ്ടതൊക്കെ സ്വപ്നമാണ്, ആ സ്വപ്നദൃശ്യങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് ഉറച്ചു നിൽക്കുന്നതാണ് പ്രബുദ്ധൻ്റെ നില. ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് ഒരു ശ്ലോകം, വളരെ വിശേഷപ്പെട്ടതാണ്. പലർക്കും ഇത് അർത്ഥം പറയാൻ തെറ്റാറുമുണ്ട്, ധരിക്കാനും തെറ്റാറുണ്ട്. യാനിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി
യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. യാ നിശാ സർവഭൂതാനാം. എല്ലാവർക്കും ഇരുട്ട്. ഇരുട്ട് എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇരുട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കാണാൻ പറ്റില്ല. അവനവൻ്റെ ശരീരത്തിനെ പോലും കാണാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ വലിയ വെളുപ്പമല്ലാത്തൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കൂരി ഇരുട്ടാണെങ്കിൽ നിന്നാൽ ആ വസ്ത്രം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നല്ല വെളുപ്പാണെങ്കിൽ ആ വെളുത്തതിൻ്റെ ഒരു ചെറിയ പ്രഭ അതിൽ കണ്ടു എന്ന് വരാം. അല്ലെങ്കിൽ ഒരു വസ്തു കാണാൻ പറ്റില്ല. ശരീരത്തിൻ്റെ നിറമോ രോമകൂപങ്ങളോ രോമങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇരുട്ടാണെങ്കിൽ. അപ്പോൾ ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്തതായ നില എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ പറയണത്? യാ നിശാ സർവഭൂതാനാം. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഏതാണോ ഇരുട്ടായി തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ആലോചിച്ച് പറയും. എന്താണ് നിങ്ങൾക്ക് ഇരുട്ടായി തീരുന്നത്? ശരീരത്തിൻ്റെ ഉൾഭാഗം. ശരീരത്തിൻ്റെ പുറമേ ഉള്ളതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം, മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാം, ടെലിസ്കോപ്പ് കൊണ്ട് കാണാം. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതോ ഈ ടെലിസ്കോപ്പ് ഇങ്ങോട്ട് തിരിച്ചു വെച്ചാലോ മൈക്രോസ്കോപ്പ് തിരിച്ചു വെച്ചാലോ കാണാൻ പറ്റില്ല. അപ്പം ശരീരത്തിൻ്റെ ഉൾഭാഗം മുഴുവനും കാണാൻ പറ്റാത്ത തരത്തിൽ കൂരിരുട്ടാണ് സാധാരണക്കാർക്ക്. ആ കൂരിരുട്ടായിരിക്കുന്ന അന്തർഭാഗമുണ്ടല്ലോ, തസ്യാം ജാഗർത്തി സംയമി. നല്ല പോലെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ സംയമനം ചെയ്തിട്ടുള്ള ആണല്ലോ ആ ആള് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും. എന്താ ഇരിക്കണേ? ഞാനിപ്പോഴാണ് കാണുന്നത്. എന്താ കാണുന്നത്? പരമസന്തോഷം. ഓരോ മനോവൃത്തിയും തിരശ്ശീലയിൽ ഇങ്ങനെ സിനിമ കാണുന്ന മാതിരിയാണ് കാണുന്നത്. എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മുഴുവനും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മനസ്സെങ്ങനത്തതാണ്, എന്തെല്ലാം വിചാരങ്ങളാണ്, എന്തെല്ലാം ആശകളാണ്, അഭിലാഷങ്ങളാണ്, വെറുപ്പ്, വിദ്വേഷം, മത്സരം, ആശ്ചര്യം, അസൂയ, ഇതൊക്കെ പുറത്തു വരുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങളും വരുന്നുണ്ട്. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉൾഘടകങ്ങൾ എന്തെല്ലാം എന്ന് വ്യക്തമായി നോക്കി കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്നതോടുകൂടി അതിൽ അനഭിലഷണീയമായിട്ടുള്ളതൊക്കെ വേണ്ട വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വേണ്ട എന്ന് തോന്നുന്നതോടുകൂടി എല്ലാം പൊയ്പോണു. അഭിലഷണീയമായിട്ടുള്ളത് ഉൾക്കൊള്ളണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉൾക്കൊള്ളുന്നു. അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളാണ് വാസ്തവത്തിൽ എനിക്ക് കണ്ണുമിഴിച്ച് നോക്കാനുള്ള സ്ഥലം. സാധാരണക്കാർക്കോ ഈ പുറം ലോകമാണ് രുചിക്കാനും രസിക്കാനുമുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ പറയുകയാണ് യാ നിശാ സർവഭൂതാനാം. അർജുനൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാ. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. സ്ഥിതപ്രജ്ഞൻ, സ്ഥിതധി ആരാണ്? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. എങ്ങനെ നടക്കും, എങ്ങനെ ഇരിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ വിശ്രമിക്കും, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിക്ക് എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയുമ്പോൾ അതിൻ്റെ വിവരണം കഴിഞ്ഞ് പറയുകയാണ്.